പൊന്നപ്പ എന്നാടാ? നീ സോമന്റെ കാര്യമല്ല അറിഞ്ഞോടാ? ഇല്ല. അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? അയ്യോ, എന്നാ പറ്റിയടാ അവന്? എന്നെ അറിയുന്ന നാട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് കർക്കിടക 1-ാം തീയതി വെള്ളിയാഴ്ച കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ വിവാഹമാണ്. മുഹൂർത്തമില്ലാത്ത കൊണ്ട് എല്ലാവരും എത്തിയാൽ ഉച്ചഭക്ഷണത്തിന് മുമ്പ് താലികെട്ട്. ഏവരും വിവാഹ ചടങ്ങിൽ മാന്യമായ രീതിയിൽ പങ്കെടുത്ത് അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് നിങ്ങളുടെ പരിചയക്കാരൻ മരട്ടിപ്പറമ്പിൽ സോമൻ ഒപ്പൻ. അയ്യോ, ഈ മാരണം കെട്ടാൻ പോവുകയാണ്. അപ്പൊ ഒരു ഡൈവേഴ്സ് പ്രതീക്ഷിക്കാം. ഏതായാലും ഒരു ചീഞ്ഞ പരിപാടിയായി പോയി. അതെ. സാറല്ലേ കാര്യങ്ങള് കവറൊക്കെ സൂക്ഷിച്ചു വെക്കട്ടോ. കുറെ കവറുണ്ടല്ലോ. അയ്യോ അമ്മ വേണ്ടായിരുന്നു. പെൺകുട്ടികളൊക്കെ വരുന്നുണ്ട്. ഈ സ്വർണം ജീവിതത്തിൽ പെടും. നീ എന്നാത്തിനാണ് എഴുന്നേക്കുന്നേ? പെണ്ണിന്റെ വീഡിയോഗ്രാഫർ ചെറുക്കന്റെ പടം കൊടുക്കത്തില്ല. ആ താരം നിലത്ത് വെച്ച് രണ്ടുപേരെ ഇരുന്നോളൂ. താലി കെട്ടുന്ന സമയത്ത് ഞെട്ടിട്ട് തട്ടാ. എന്ത് കൊച്ചുമോളെ കൊര വീടാന്ന് പറഞ്ഞിട്ടുണ്ട്. താലി കെട്ടിയ അപ്പ ഓടും. എങ്ങോട്ടാ? ആദ്യത്തെ പന്തിക്കനുണ്ടേ. നീ പോയോ? പേടിയുണ്ടോ? എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്. എന്തിനാ ചൊല്ലി ടെൻഷൻ? ചിലവൻ പറയും കെട്ടുപിടിക്കാത്ത കഴിക്കത്തില്ല കുടിക്കത്തില്ല എന്നൊക്കെ പറയും. എൻ്റെ ആഗ്രഹം രസം നല്ല പൊട്ടും കടല അടിച്ചു. ശല്യം എന്തെങ്കിലും കഴിച്ചോ? കെട്ട് കഴിയാതെ ഒന്നും കഴിക്കാൻ പാടില്ലെന്ന് ഓർഡർ. പ്രഭാത ഭക്ഷണം ഒരിക്കലും മുടക്കരുത്. ശല്യം അന്നച്ചമണ മനുഷ്യൻ്റെ എന്താണ്? രാവിലത്തെ ഭക്ഷണം ഒരിക്കലും മുടക്കരുത്. കൂടാതെയും അല്ല കഴിച്ചു. ഇതെന്തേ കാണിക്കണം? ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ യസ്യ വിരതവക്രാധ്യ. കൊല്ലം പറഞ്ഞു ഒന്നുമില്ല, താലി എടുത്തോളുക. യസ്യ വിരതവക്രാധ്യ പാരിശദ്ധ്യാ പരിശുദ്ധം വിഘ്നം നിഘ്നന്തി സതതം യസ്യക്രേനം സമാശ്രയേ. താലി തന്നോളൂ. താലി താലി എടുക്കൂ. സമാധാനമായിട്ട് നോക്കിയിട്ട് തന്നെ കാണും. എന്ത് പ്രശ്നം? അയ്യാ, താലിയില്ലേ? എന്നാ പറ്റി? എന്നാ മോനെ? മോനെ എന്നെങ്കിലും പ്രശ്നമുണ്ടോ? എന്നതാ? അതൊന്നും ആയിരിക്കില്ല. അളിയൊന്നും ഉണ്ടായിരുന്നു. എന്നാ ചെയ്യാനാ? താലിയില്ല, അതല്ലേ പ്രശ്നം. അമ്മയുടെ താലിയൊന്നും വരാം. പിന്നെ കണ്ടവന്റെ അമ്മയോട് ചോദിക്കാൻ പറ്റുമോ? എന്റെ താലി കാണുന്നില്ല, അതുകൊണ്ടല്ല അമ്മ ചോദിച്ചു. ആഹാ കൊള്ളാം. താലിയില്ലാത്ത കല്യാണം. കർക്കിടക 1 നല്ല ബെസ്റ്റ് സമയം. മോനെ വീട്ടിൽ പോയി ഒന്ന് നോക്കിയാലോ? ഇല്ല ചത്ത് ഉറപ്പായിട്ട് ഇവിടെ എവിടെയോ പോയതാ. എല്ലാരും കൂടി ഒന്ന് അഞ്ഞു നോക്കിയാൽ കിട്ടുമെന്നേ. ചേട്ടാ ദേ കിട്ടി 5 രൂപ. ഇത് എന്റെ കയ്യിരിക്കട്ടെ. ഞാൻ ആ ഡ്രസ്സ് മണി സ്ഥലം തപ്പിച്ചു വരാം. ആകെ മെനക്കേടായിട്ടോ. അതെന്ന് എനിക്ക് വയ്യ ഈ വെയിലത്ത് തപ്പാൻ. ഞാൻ വീട്ടിൽ പോവുക. ഞാൻ സദ്യ ഉണ്ടട്ടെ പോത്തു. ആകെ നാണക്കേടായല്ലോട്. നീ ശരിക്കും കടയിൽ നിന്ന് താലി മേടിച്ചായിരുന്നു? എന്റെ ജീവിതം ഇതുപോലെ ആകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. മോനെ
വേഗം പോയി പുതിയ ഒരെണ്ണം മേടിച്ചാലോ? അതെ, ഇത് പൂമാലയല്ല, താലിമാലയാണ്. മിണ്ടായിരോ. എന്താടാ നീ ഇങ്ങനെ? അതെ സോമ, മുഹൂർത്തം തെറ്റും. എന്ത് ചെയ്യാനാ നിന്റെ പ്ലാന്? കല്യാണം നാളത്തേക്ക് മാറ്റിയാൽ നാളത്തേക്കോ? എന്ന് പറഞ്ഞാ എങ്ങനാ? താലിയില്ലാതെ പറ്റൂ. ചേച്ചി വിചാരിച്ചതാണ്. നീ പോയി നിന്റെ കട്ടികളോട് ചോദിക്കടാ. അത് പണ്ടാ പണയത്തില്ല. അല്ല, ഇപ്പൊ ഞാൻ കൊടുക്കത്തില്ല. താലിയെല്ലാം നമുക്ക് നാളെ സൗകര്യം പോലെ വീട്ടിൽ പോയി കേട്ടാ ചാലി. എന്റെ കുഞ്ഞിന്റെ താലിയില്ല കല്യാണം കാണേണ്ടി വന്നില്ല ഭഗവാനെ. സാറേ, ആ മാല കെട്ടുന്ന ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് അഭിനയിക്കാവോ? അയ്യോ അമ്മേ പോക. അയ്യോ ഒച്ചണ്ടാക്കല്ലേ, ഇവിടെ നിറച്ച് കൊതുകാണ്. ഞാൻ കുറച്ച് കുന്തിരിക്കാൻ പോച്ചാ. കൊതുക് ചാവാൻ മോസ്കിറ്റോ മാറ്റി വെച്ചാ പോരെ? കൊതുക് നമ്മളെ പോലെയുള്ള ഒരു ജീവിയല്ല ചാലി. കൊതുക് ചാകുമെങ്കിൽ ഒരു രാത്രി മുഴുവൻ ശ്വസിക്കുന്ന നമ്മളുടെ അവസ്ഥ എന്താവും? ചേട്ടൻ കൊള്ളാവല്ലോ. ഞാനിതുവരെ ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അതാണ്, ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങാം. എങ്ങനെയുണ്ട്? പാലെനിക്ക് ശീലമില്ല. ശാലിമണി കുടിച്ചോ? പാൽ എനിക്കും ഇഷ്ടമല്ല. പിന്നെ സിനിമയിലൊക്കെ അമ്മ വാതിലൊന്നും അടക്കുവാട്ടോ. വേണ്ടടാ, അടക്കണ്ട. ഓ, ഇവന്റെ ഒരു കാര്യം. ക്യാബേജിനുണ്ടല്ലോ, ഭയങ്കര ഉപ്പായിരുന്നു. ചേച്ചി ഉണ്ടാക്കിയല്ലേ? ഓ അങ്ങനെ. അതെ, കല്യാണം എന്നൊക്കെ പറഞ്ഞ വായിക്ക രുചിയായിട്ട് എന്തായാലും തിന്നാൻ വേണ്ടി ആൾക്കാർ വരുന്നു. ഇത് ഉമ്മ ഏതാണ്ടൊക്കെ വെട്ടിപ്പുഴുങ്ങി വെച്ചേക്കുക. എന്തുവായി? അത് പിന്നെ സോമൻ പറഞ്ഞ കണക്കല്ലേ എനിക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, സോമന്റെ കല്യാണമല്ലേ ഇത്? സോമന്റെ രീതിയിൽ നാടൻ ഭക്ഷണം ഉണ്ടാക്കി. ഇത് നാടനൊന്നും അല്ല, പിന്നെ ഒന്നാന്തരം പിശുക്ക്. ഒന്ന് പോടും. അവൻ പറയുന്ന മുറയ്ക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലേ 1.5 ദിവസം ഉപദേശിച്ച് കൊന്നുകളയും. നിനക്കറിയാലോ സോമന്. പിന്നെ പൊതുവെ സ്ത്രീയും പുരുഷനും തുല്യരാണെന്നല്ല പറയാറ്. പക്ഷെ ഈ ഒരു അവസരത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ശാലിനി. ശാലിനിയുടെ അച്ഛനും അമ്മയും ശാലിനിനെ പഠിപ്പിച്ചു, വളർത്തി, വലുതാക്കി. അല്ല, എന്നിട്ട് ഒരു പരിചയമില്ലാത്ത, അല്ലെങ്കിൽ ഇന്നലെ പരിചയപ്പെട്ട എൻ്റെ വീട്ടിലേക്കല്ല ശാലിനിയെ കെട്ടിച്ചാച്ച. ഇതൊരു തരത്തിൽ ഒരു പറിച്ചു നടലല്ലേ? സമ്മതിക്കണം. ഇവിടെ ത്യാഗത്തിനെ സമ്മതിക്കണം. ഓ എന്തല്ലേ. അതുകൊണ്ട് തന്നെ ശാലിനിക്ക് എപ്പോൾ അച്ഛനമ്മനെ കാണണം തോന്നി കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം. എന്നോട് ഒരു വാക്കുകൂടി ചോദിക്കണ്ട. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ആ കിടക്കാല്ലേ? ശാലിനി, എന്തുപറ്റി? ചേട്ടാ, എനിക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ പോണം. എനിക്ക് എന്റെ അച്ഛനെ അമ്മനെ കാണണം. ശാലിനി, വീട്ടിൽ പോവാം, വീട്ടിൽ പോവാം. ശാലിനി, വീട്ടിൽ പോവാം. ഒരു കുഴപ്പമില്ല. സോമ, എന്താടാ ഇവിടെ ഒരു കരച്ചില്? എന്നിട്ടും വായുന്നന്റെ റെയിൽ വണ്ടി, കയറ്റങ്ങൾ അനവധി, ഇറക്കങ്ങൾ അനവധി, എന്നിട്ടും വായുന്നന്റെ റെയിൽ വണ്ടി. അതെ, എന്റെ ഒരു സംശയം, ഇവരെത്ര ആലും ഒരുമിച്ച് ജീവിക്കും. എന്താന്ന്?
അതല്ല, ഇവരെത്ര കാലം ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ച് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. എടാ വൃത്തികെട്ടവനെ, എന്തോ? ഇവിടെ ഇരുന്ന് കള്ളു മേടിച്ച് കുടിച്ചിട്ട് വൃത്തികേട് പറഞ്ഞാണല്ലോ നിന്റെ. അല്ല, എന്റെ വണ്ടിയുടെ ശബ്ദമല്ലേ കേട്ടത്? നിങ്ങൾ കേട്ടില്ലേ? കേട്ട് കേട്ട്. എടാ പോ. എടാ എന്റെ വണ്ടി കൊണ്ടുവന്നടാ. എന്നാ പറ്റി? ഒന്നുമില്ല സഹിച്ചേട്ടാ. എടാ ഹെഡ്ലൈറ്റ് ഇട്. എന്നെ പറ്റി ആ കൊച്ചിനെ എന്നെ പറ്റി. അവൻ ഉപദേശിച്ചു കാണും, അല്ലാണ്ട് ആ കൊച്ചു കരയുവോ? അങ്ങോട്ട് എന്തോന്ന്?